കരൂർ ദുരന്തം വേദനാജനകമെന്ന് ടി.വി.കെ നേതാവ് വിജയ്. ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട സാഹചര്യമില്ല. മനസ്സിൽ വേദന മാത്രമാണെന്നും ആളുകൾ റാലിക്കെത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടെന്നും വിജയ്. കരൂരിൽ മാത്രമിത് എങ്ങനെ സംഭവിച്ചു? പ്രവർത്തകരെ വേട്ടയാടുന്നത് തന്നെ ലക്ഷ്യം വെച്ചെന്നും വിജയ്. വിജയുടെ ആദ്യ പ്രതികരണം എക്സിൽ വീഡിയോ സന്ദേശത്തിലൂടെ. അതേസമയം സംഭവത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് കരൂരിലെത്തിയ NDA സംഘം ആവശ്യപ്പെട്ടു. ടി.വി.കെ നേതാവ് മതിയഴകൻ, പൗൺരാജ് എന്നിവർ റിമാൻഡിൽ. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ടി.വി.കെ നേതാവ് വിജയുടെ ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം വേദനാജനകം ആണ് കരൂർ ദുരന്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം ചില സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഈ റാലിക്ക് എത്തിയത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് മാത്രം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചില സംശയവും വിജയ് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് NDA സംഘം കരൂരിലെ ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു. കൃത്യമായൊരു അവലോകനം തന്നെയാണ് NDA സംഘം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണമെന്നും NDA സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും സിനിമാ താരവും അതുപോലെ തന്നെ TVKയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വിജയ് അപ്പോൾ ഈ കരൂരിലെ അപകടം നടന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ എക്സ് ഹാൻഡിലും മറ്റും പോസ്റ്റ് ഇട്ടിരുന്നുവെങ്കിലും അദ്ദേഹം വീഡിയോയോ മറ്റോ പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ, ഏകദേശം 4 മിനിറ്റ് നീളുന്ന വീഡിയോ ക്ലിപ്പിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: താൻ ജീവിതത്തിൽ മുൻപൊരിക്കലും കടന്നു പോവാത്ത തരത്തിലുള്ള വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. നടക്കാൻ പറ്റാത്ത കാര്യം നടന്നു. പക്ഷേ 5 ജില്ലകളിൽ തങ്ങൾ TVKയുടെ പരിപാടികൾ സംഘടിപ്പിച്ചതാണ്. അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിലവിൽ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെയും അതുപോലെ തന്നെ മരിച്ചവരുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നിലവിൽ ഈ CM-നോട് ഉൾപ്പെടെ പറയുന്നത് തന്നോട് വേണമെങ്കിൽ പ്രതികാരം ചെയ്തോളൂ, താൻ ഒന്നുമില്ലെങ്കിൽ തൻ്റെ വീട്ടിലുണ്ടാകും, അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലുണ്ടാകും. പക്ഷേ നിലവിൽ TVKയുടെ നേതാക്കളോടും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ഇട്ട അണികളോടുമൊക്കെ പോലീസ് പ്രതികാര നടപടി സ്വീകരിക്കുന്നു. അവരുടെ പേരിൽ കേസെടുക്കുന്നു, FIR ഇടുന്നു. ഇങ്ങനെ തൻ്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ വേട്ടയാടരുത്, അവരോട് പ്രതികാരം ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നോട് ചെയ്തോളൂ എന്നുള്ളതാണ് വിജയ് പറയുന്നത്. മാത്രമല്ല, വിജയ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പരിപാടി സ്ഥലം, അത് തങ്ങൾ ഓരോയിടത്തും പരിപാടി നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ ആളുകൾക്കൊക്കെ വരുന്നതിനും മറ്റുള്ളതിനൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങൾ നോക്കി അവിടെയാണ് തങ്ങൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. പക്ഷേ കരൂരിലേക്ക് വരുമ്പോൾ കരൂരിലെ പരിപാടി, ആ സ്ഥലം അത് പോലീസ് തന്നെയാണ് തങ്ങളോട് പറഞ്ഞത്. അങ്ങനെ തങ്ങൾക്ക് അനുവദിച്ച് നൽകിയ ഒരു സ്ഥലത്താണ് തങ്ങൾ പരിപാടി നടത്തിയത്. അപ്പോൾ അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് തങ്ങളുടെ തെറ്റായി മാറുക? അതായത് നേരത്തെ തന്നെ TVK ഇതേ കാര്യം കോടതിയിലും പറഞ്ഞിരുന്നു. തങ്ങൾ 1 ലക്ഷത്തിലേറെ ആളുകളെ കൊള്ളുന്ന ഒരു പരിപാടി സ്ഥലം, അവിടെയാണ് തങ്ങൾ ആ പരിപാടി നടത്തുന്നതിന് വേണ്ടി ചോദിച്ചത്. പക്ഷേ പിന്നീട് പോലീസാണ് ആ സ്ഥലം വേറൊരു പാർട്ടിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് അവിടെ അനുവദിച്ച് നൽകാതെ വളരെ കൺജസ്റ്റഡായ ഈ പരിപാടി സ്ഥലത്തേക്ക് അത് അനുവദിച്ച് നൽകിയത് എന്ന് നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ വിജയ് തൻ്റെ സന്ദേശത്തിലൂടെയും പറയുന്നത്, തൻ്റെ പ്രതികരണത്തിലൂടെയും പറയുന്നത്. അതായത് തങ്ങൾക്ക് അനുവദിച്ച് നൽകിയ സ്ഥലത്താണ് പരിപാടി നടത്തിയത്. അപ്പോൾ അവിടെ ഒരു അസംഭവ്യമായ വിഷയം നടക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് തങ്ങൾ കുറ്റക്കാരായി മാറുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഏതായാലും കരൂരിലെ ജനങ്ങളോടും അവിടെ ബാധിക്കപ്പെട്ട ആളുകളോടുമൊക്കെ നന്ദി കൂടെ വിജയ് പറയുന്നുണ്ട്. കാരണം ഈ വിഷയത്തിലെ സത്യം അത് ജനങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് വിജയ് പറയുന്നത്. കാരണം നേരത്തെ നിരവധി ആളുകൾ വിജയുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പല സംശയങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ പ്രതികരണമായിട്ട് നടത്തിയിരുന്നു. അതായത് പെട്ടെന്ന് വിജയുടെ പരിപാടിയിലേക്ക് പവർ കട്ട് ഉണ്ടാക്കിയതും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്ന് ആളുകൾ ശക്തമായിട്ട് തള്ളിയതും അവിടേക്ക് കല്ലും ചെരുപ്പും ഒക്കെ എറിഞ്ഞതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ച ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. മക്കളെല്ലാം കാണുന്നുണ്ട്, മക്കളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് വിജയ് ഈ ഒരു
പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 3 ദിവസത്തിന് ശേഷമാണ് വിജയ് ഇപ്പോൾ ഒരു പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം തൻ്റെ വേദന പങ്കുവെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനം സ്റ്റാലിനോട് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു, താൻ എന്തെങ്കിലും തരത്തിൽ CM-ന് വൈരാഗ്യമുണ്ടെങ്കിൽ, സ്റ്റാലിന് വൈരാഗ്യമുണ്ടെങ്കിൽ അത് തന്നോട് തീർക്കൂ. താൻ ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും എന്ന് അണികളോടും നേതാക്കളോടുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് വിജയുടെ സന്ദേശം അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ നേരത്തെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മതിയഴകൻ അതുപോലെ തന്നെ പൗൺരാജ് എന്നീ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ആ 2 പേരെയും ഇന്ന് കരൂരിലെ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.